മോചനത്തിനായി ലഭിച്ചത് 47.87 കോടി രൂപ. ബാക്കിയുള്ള 11.60 കോടി റഹീം നാട്ടിലെത്തിയ ശേഷം എന്തു ചെയ്യുമെന്ന് തീരുമാനിക്കും. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പിരിച്ചത് 47,87,65,347 കോടി രൂപയാണെന്ന് റഹീം നിയമസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. അതിൽ 36,27,34,927 രൂപയുടെ ചിലവ് വന്നതായും ബാക്കി 11,60,30,30,420 രൂപ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. ആ തുക എന്തു ചെയ്യണമെന്നതിൽ റഹീം നാട്ടിൽ വന്നാലുടൻ തീരുമാനമെടുക്കുമെന്നും നിയമസഹായ സമിതി വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങൾ വഴി ചിലർ തെറ്റായ വിവരങ്ങളും അപവാദ പ്രചരണങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നവംബർ 17-നാണ് റഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. സമാനതകളില്ലാത്ത ദൗത്യമാണ് നിറവേറ്റിയത്. റിയൽ കേരള സ്റ്റോറിയായി മാറിയ ഫണ്ട് സമാഹരണത്തിൽ ലോകം കൈകോർത്തത് കേരള ചരിത്രത്തിൽ സുവർണരേഖയായി അവശേഷിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. റഹീമിന്റെ മോചനത്തിനു വേണ്ടി കൈകോർത്ത ലോക മലയാളി സമൂഹത്തിനും ജീവകാരുണ്യ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും റിയാദിൽ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി. ദിയാധനം സ്വീകരിച്ചതിന് ശേഷം സൗദി കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് റിയാദ് ക്രിമിനൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 2-നാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവുണ്ടായത്. കോടതിയുടെ സ്വാഭാവികമായ നടപടികൾ പൂർത്തിയായാൽ ഉടനെ അബ്ദുറഹീം നാട്ടിലെത്തും. അതിനിടെ റിയാദിലെത്തിയ മാതാവും സഹോദരനും അമ്മാവനും ജയിലിൽ റഹീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടയിൽ സോഷ്യൽ മീഡിയ വഴി ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. ലോകം കൈകോർത്ത നന്മ നിറഞ്ഞ മഹാദൗത്യത്തെ വികൃതമാക്കുന്ന നീക്കങ്ങളിൽ നിന്ന് ഇത്തരം ആളുകൾ പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. റിയാദിലെ ജയിലിലെത്തി അബ്ദുറഹീമിനെ കാണുകയും റിയാദിലെ നിയമസഹായ സമിതി സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്ത മാതാവിനും സഹോദരനും അമ്മാവനും യഥാർത്ഥ വസ്തുതകളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം അവർ തന്നെ റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തതായും ഭാരവാഹികൾ വ്യക്തമാക്കി.